ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സമാനതകളില്ലാത്ത പരീക്ഷണങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ബുദ്ധിയിൽ രാഷ്ട്രം നേടിയെടുത്ത നേട്ടങ്ങൾ അനവധിയാണ്. 1932 മൻമോഹൻ സിംഗിന്റെ ജനനം. ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായിടത്താണ് സിംഗ് ജനിച്ചു വീഴുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും 1952 ആർട്സിൽ ബിരുദവും 1954 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി. ശേഷം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് 1957 സാമ്പത്തിക ശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദവും ഡിഫിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി. ഓക്സ്ഫോർഡിലെ നഫീൽഡ് കോളേജ്, US കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1971 വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അധികം വൈകാതെ തന്നെ ധനകാര്യ മന്ത്രാലയത്തിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായും ശേഷം സെക്രട്ടറിയായും അദ്ദേഹം ഉയർന്നു. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം വളരെയധികം ശോഷിച്ചിരുന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന സിംഗിനെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവു 1991 ധനമന്ത്രിയാക്കുന്നത്. അങ്ങനെ 1991 മുതൽ 1996 വരെ ധനമന്ത്രി ആയിരിക്കുന്ന വേളയിലാണ് സിംഗിന്റെ ധനനയങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിച്ചും രൂപയെ വില കുറച്ചും നികുതി ഭാരം കുറച്ചും ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചുമെല്ലാം അദ്ദേഹം പല മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആഗോള എണ്ണവില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള കരുതൽ സ്വർണം പോലും പണയം വെക്കാൻ പോലും രാജ്യത്തെ നിർബന്ധിതരാക്കുകയും ചെയ്ത സമയത്തായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. അദ്ദേഹം കയറ്റുമതി സബ്സിഡി നിർത്തലാക്കുകയും രൂപയുടെ മൂല്യം താഴ്ത്തുകയും ലൈസൻസ് ഇല്ലാതെ തന്നെ ഉൽപാദനം നടത്താൻ കമ്പനികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ തീരുമാനം പരസ്പരം മത്സരിക്കുന്നതിലേക്ക് വ്യവസായ മേഖലയെ എത്തിച്ചു. ശേഷം 2004 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് എത്തിയപ്പോൾ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചു. സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വവും RSS ഉയർത്തിയതും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ നഷ്ടപ്പെട്ട സിഖുകാരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത്. പിന്നീടുള്ള 5 വർഷ കാലയളവിൽ ശരാശരി 7.7% വളർച്ച കൈവരിക്കാൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് സാധിച്ചു. സിംഗിന്റെ കീഴിൽ സമഗ്രമായ വളർച്ചയും അതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നടന്നു. ലോകം മുഴുവൻ ഈ നയം ഉച്ചത്തിലും വ്യക്തമായും കേൾക്കട്ടെ. ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു, നമ്മൾ വിജയിക്കും, മറികടക്കും എന്ന് അദ്ദേഹം തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്ന പോലെ തന്നെയായിരുന്നു പിന്നീട് ഇന്ത്യയുടെ വളർച്ച. 2009 വീണ്ടും അദ്ദേഹം അധികാരത്തിലെത്തി. എന്നാൽ പണപ്പെരുപ്പവും അഴിമതിയും തുടങ്ങി നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരുന്നുവെങ്കിലും ആരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ പലർക്കും എതിരെയായിരുന്നു ആരോപണങ്ങളുടെ ശരം. ആരോപണങ്ങൾ നേരിട്ടിരുന്ന കാലയളവിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങി ഒട്ടേറെ ക്ഷേമ പരിപാടികൾക്ക് മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയിരുന്നു. തന്റെ 91 വയസ്സിലാണ് 33 വർഷത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം രാജ്യസഭയിൽ നിന്നും പടിയിറങ്ങിയത്. രാജ്യസഭയിൽ നിന്ന് മാത്രമുള്ള പടിയിറക്കമായിരുന്നില്ല അത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മൻമോഹൻ സിംഗ് എന്നേക്കുമായി പടിയിറങ്ങുകയായിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറങ്ങിയെങ്കിലും തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ഒരിക്കൽ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി മോദി ഒരവസരത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തി രംഗത്തെത്തിയപ്പോഴും നോട്ട് നിരോധനത്തിനെതിരെയും മറ്റു വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്റെ വോട്ട് വിനിയോഗിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രത്തിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ നേട്ടങ്ങളുടെ തിളക്കത്തോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര.